ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് ബിസിയായ ദിവസമായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് ലഞ്ച് ടൈമിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ടിപ്സൊക്കെ ചെയ്തു വെച്ച കാരണം കൊണ്ട് എനിക്കത് കറക്റ്റ് ടൈമിന് ലഞ്ച് റെഡിയാക്കാൻ പറ്റി. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പിന്നെ കുറച്ച് ക്ലീനിങ്ങും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഒന്ന് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. കൃത്യസമയത്ത് എത്താനും കഴിഞ്ഞില്ല. സമയം 12:30 അപ്പോൾ ഞാൻ പരിപ്പ് അങ്ങ് വേവിച്ചു വേഗം. ഇനി ഇതിലേക്ക് ഉപ്പും വെള്ളം ചേർത്തത് നന്നായി തിളയ്ക്കട്ടെ. ചീരക്കറിയാണ് വെക്കുന്നത്. ചീര ഞാൻ ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചായിരുന്നു. നമ്മൾ തലേദിവസം തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേഗം എടുത്ത് ഉണ്ടാക്കാം. പിന്നെ മീൻ ഞാൻ മുന്നേ കൂട്ടിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ നേരെയാക്കി വെച്ചായിരുന്നു. ഫ്രീസറിൽ സെറ്റ് ചെയ്തായിരുന്നു. അത് രാവിലെ എടുത്ത് പുറത്തേക്ക് വെച്ച് അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ മുളകും മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരേനെ എടുത്ത് ഞാൻ ഇതിലേക്ക് തിളച്ച പരിപ്പിലേക്ക് ഇട്ടു. ഇനി അത് നന്നായിട്ട് വേവട്ടെ, അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തലേദിവസം തന്നെ ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് പണിയും നിഷ്പ്രയാസം ചെയ്ത് തീർക്കാം. അല്ലെങ്കിൽ രാവിലെ നീച്ചു കഴിഞ്ഞാലായാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു അവസരം വന്നാലും നമുക്കിങ്ങനെ തലേതിറങ്ങി ആലോചിച്ച് നിൽക്കേണ്ട അവസ്ഥ വരില്ല എന്ന് മാത്രം. ബീട്രൂട്ടാണ് ഉപ്പേരി വെക്കണത്. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ളത് നുറുക്കിയിട്ടില്ല. എനിക്കതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയും കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഉള്ളി പിന്നെ നന്നാക്കി വെച്ചതുകൊണ്ട് അത് വേഗം ചതച്ചിട്ട് നമുക്ക് ചീര വറുത്തിടാനുള്ളതാണ്. അപ്പോൾ ചീരയിൽ നാളികേരമൊന്നും ചേർക്കണില്ല. വെറുതെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ വെറുതെ ഉള്ളിയിൽ മുളകൊക്കെ ഇട്ടിട്ട് കാച്ചിയിടുക എന്ന് പറയില്ലേ, നിങ്ങളെങ്ങനെ ചീര എനിക്കറിയില്ല. ഞാനങ്ങനെ ചീര നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക്. അപ്പോൾ അതിനുള്ള ഉള്ളി ചതയ്ക്കട്ടെ. ബീട്രൂട്ടാണ് ഇനി നന്നാക്കാനുള്ളത്. ബീട്രൂട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ബാക്ക് വശം കളഞ്ഞിട്ട് നമുക്ക് പീലർ കൊണ്ട് ഇതാക്കാം. പീലർ കൊണ്ട് വേഗമാവും. പിന്നെ ബീട്രൂട്ട് ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ടേച്ച് നല്ല ഫ്രഷായി കിട്ടും. അപ്പോഴേക്കും നമ്മളുടെ ചീരയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വറുത്തിടാം. അതിൻ്റെ മുന്നേ ഞാൻ ഈ ബീട്രൂട്ട് ഒന്ന് സെറ്റാക്കട്ടെ. ബീട്രൂട്ട് ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്യണത്. അപ്പോൾ ഇതും ഈസി ആയിട്ടുള്ള, നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് ഇതൊക്കെ ഇതിലരിയാം കേട്ടോ. പെട്ടെന്ന് കഴിയും. അപ്പോൾ ഞാൻ ഇത് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ചോപ്പറിലേക്ക് ഇടുന്നത്. എന്നിട്ട് കുറച്ച് നമ്മൾ ഈസി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മൾ ഇരുന്ന് അരിഞ്ഞുണ്ടാക്കുന്ന സമയം നമുക്ക് ലാഭിക്കാം. ഞാൻ ഇതിലേക്ക് സബോള കൂടി അരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി സബോളയും നാളികേരവും പച്ചമുളകും, അപ്പോൾ ആദ്യം സബോള ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം മുഴുവനും അതിലേക്ക് കൊട്ടാണ്ട് അതിലേക്ക് ഞാൻ നാളികേരവും പച്ചമുളകും ഇടുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ചോപ്പ് ചെയ്യുകയാണ്. പിന്നെ നമുക്കത് വറുത്തിടേ വേണ്ടുള്ളൂ. അപ്പം നമ്മുടെ ഫിഷ് ഇതാ ഒരു സൈഡ് ആയിരുന്നു. അപ്പോൾ അതിനെ മറിച്ചിടാം. പിന്നെ ഫിഷൊക്കെ നമ്മൾ ചട്ടിയിലേക്ക് ഇടുമ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇടുക. എന്നിട്ട് വല്ലാണ്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കാതിരിക്കുക. അപ്പം അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് മീൻ അങ്ങനെയാവും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു മീഡിയം തീയിലിടുക, ശ്രദ്ധിക്കുക കരിയാതെ. ബീട്രൂട്ട് നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും മുളകും ഇട്ടിട്ട് ആ ബീട്രൂട്ടിനെ നമ്മളാക്കി വെച്ചതിന് ഇതിലേക്ക് ഇടുക വേണ്ടുള്ളൂ. പക്ഷേ എന്തോ എഡിറ്റിംഗ് സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, അത് ഇതിൽ പെട്ടിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഇതാ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരേനൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് എടുത്തിടാം. ഇനി കുറച്ച് പപ്പടം കാച്ചാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ടിപ്സ് ഒന്നുമില്ല. ഈ പപ്പടത്തിൻ്റെ നടുവിൽ കുത്തുന്നത് പപ്പടം വല്ലാണ്ട് പൊള്ളയ്ക്കാതിരിക്കാനാണ്. വല്ലാണ്ട് പൊള്ളച്ച് കഴിഞ്ഞാൽ അത് വേഗം തണുത്ത് പോകും. അപ്പോൾ ഇത് കുറച്ച് പഴക്കം മീൻസ് അത്രയല്ല, ഇത് പുതിയതാണ്. രണ്ടാമത് ഉണ്ടാക്കിയതും മൂന്നാമത് ഉണ്ടാക്കിയതും പുതിയതാണ്. ബാക്കി പപ്പടങ്ങളൊക്കെ കുറച്ച് ഞാൻ അതിൻ്റെ മുന്നേ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഇവിടെ അധികം പപ്പടം കാച്ചലില്ല.
പപ്പടം ഞാൻ മുന്നേ ഒരു പപ്പടക്കുറ്റി പറഞ്ഞിട്ട് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലായിട്ടായിരുന്നു. അപ്പോൾ അത് പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്ക് തണുത്തു പോകും. ഇപ്പോൾ ഞാനിങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് വെക്കൽ. അപ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇവിടെ അധികം പപ്പടം ചിലവാകാറില്ല, മക്കളൊന്നും അധികം കഴിക്കില്ല. ബീറ്റ്റൂട്ട് ഒന്ന് ഇളക്കിയിടാമെന്ന് വിചാരിച്ചു. ഉപ്പൊക്കെ നോക്കി, അപ്പോൾ ഒക്കെ ഉപ്പും കാര്യങ്ങളൊക്കെ പാകമാണ്. അപ്പോൾ ഒന്നും കൂടി വേവണം. അപ്പോൾ നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. എൻ്റെ ഓരോ അബദ്ധങ്ങളെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് 2 മെയിൻ കാര്യങ്ങൾ. ഒന്ന്, ഉപ്പേരി വറുത്തറിന് കിട്ടിയില്ല. ഇതിൽ നോക്കിയപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ കാച്ചി മുളക് ഇട്ടണത് ഇതിലില്ല. മുളക് ഇട്ടതിന് ശേഷമുള്ള ഭാഗമുണ്ട്, ഇടണ ഭാഗമില്ല. എന്താ സംഭവിച്ചു ചോദിച്ചറിയില്ല. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടാറില്ല. ഉള്ളി ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇടുകയാണ്. ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. ആ മെയിനായിട്ടുള്ള ഭാഗം ഇതിൽ പെട്ടില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചീരക്കൂട്ടാൻ ഒഴിച്ചാൽ അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മുഴുവൻ ചീരക്കൂട്ടാനിലേക്ക് അതങ്ങ് കൊട്ടുകയാണ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് എല്ലാം ഓരോ പാത്രങ്ങളിലേക്ക് ആക്കാം. അടുക്കള എപ്പോഴും വൃത്തിയായി കിടക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളിൽ നിന്ന് അത് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രങ്ങളിലേക്ക് മാറ്റി അടച്ചു വെച്ചാൽ തന്നെ കുറേ നമുക്ക് സ്ഥലവും കിട്ടും, പിന്നെ നല്ല വൃത്തിയിൽ കിടക്കും ചെയ്യും അടുക്കള. ലഞ്ച് തയ്യാറാക്കാനല്ല ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് വളരെ ബുദ്ധിമുട്ട്. നമ്മളുടെ വീട്ടിലെ അക്ഷയപാത്രമാണ് അടുക്കളയിലെ സിങ്ക്. ഇത്രയും പണി തരുന്ന ഒരു സംഭവം വേറെയില്ല. എപ്പോഴും പാത്രം കഴുകാണ്ടാവും, എപ്പോഴും. നമ്മളൊന്ന് തിരിഞ്ഞാൽ മതി, അതിലപ്പം പാത്രം എത്തും. എങ്ങനെയാണ് ചോദിച്ചാൽ അറിയില്ല, കഴുകിയാലും തീരില്ല. സാധാരണ ഞാനിങ്ങനെ പാത്രങ്ങൾ ലാസ്റ്റിൽ പറഞ്ഞിട്ട് വെക്കാറില്ല. ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ പണിയെടുക്കണതിൻ്റെ ഒപ്പം തന്നെ അത് കഴുകി വെക്കാൻ ശ്രദ്ധിക്കലുണ്ട്. എനിക്കങ്ങനെ നിറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പണിയെടുക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയാണ്. സിങ്ക് നിറയാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ അപ്പം പാത്രങ്ങൾ കഴുകി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2 സാധനം, ഇപ്പോൾ ഒരു ചിക്കനും ഒരു ഉപ്പേരിയും വെക്കണം എന്ന് വിചാരിച്ചോ, നമ്മൾ ഒരു ചീനച്ചട്ടി തന്നെ യൂസ് ചെയ്യുക. ഒരു പ്രാവശ്യം ഉപ്പേരി വെച്ചതിന് ശേഷം ആ പാത്രം തന്നെ മാറ്റിയിട്ട് അത് കഴുകിയതിന് ശേഷം അതിൽ തന്നെ ചിക്കൻ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് പാത്രങ്ങൾ കഴുകുന്നത് ഒഴിവാകും. പക്ഷേ നമ്മളുടെ സമയപരിമിതിയാണ് പ്രശ്നം. സമയമുള്ളവർക്കേ ഈ ഒരു കാര്യം നടക്കുള്ളൂ കേട്ടോ. ജോലിക്ക് പോകുന്നവർക്കൊക്കെ 2-3 ചീനച്ചട്ടിയിൽ വെച്ചേ പറ്റൂ, എന്നാലാണ് വേഗം കഴിയുള്ളൂ. പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് മൈക്രോ ഫൈബറിൻ്റെ തുണി ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ സാധിക്കും. അത് കഴുകി ഉണക്കണം എന്നേ ഉള്ളൂ, വഴുപ്പ് വരാതെ നോക്കണം. നനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വേഗം വഴുപ്പ് പിടിക്കാനും കരിമന പിടിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ തുടച്ച് കഴിഞ്ഞ് വെച്ചാൽ അപ്പം തന്നെ കഴുകിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തോരട്ടാൽ മതി. അതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം വെള്ളമൊക്കെ പോയി നല്ല ക്ലീനായി കിടക്കും. ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് വാലം വയ്ക്കുന്ന ആ ഒരു ഇതുണ്ട്, ഒരു സ്റ്റീലിൻ്റെ ഒരു ഓർഗനൈസർ ഉണ്ട് അവിടെ. അതിന് ചോട്ടിലൊരു ട്രേ ഉണ്ട്. അപ്പം നമ്മൾ ഈ കഴുകിയ പാത്രങ്ങളിലെ വെള്ളമൊക്കെ ആ ട്രേയിലാണ് വന്നിട്ട് വീഴുക. പക്ഷേ അത് ഞാൻ 2-3 ദിവസം ഞാൻ ആ ട്രേയിലെ വെള്ളം മാറ്റിയില്ലെങ്കിൽ അപ്പം അതിൽ കൊതു വന്ന് മുട്ട ഇട്ടിട്ട് കൊതുകുട്ടികൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി വെള്ളം കളയുക, അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അതൊന്ന് വെള്ളം കളഞ്ഞിട്ട് കഴുകി വെക്കണം. അപ്പോൾ ഏകദേശം എൻ്റെ പണികളൊക്കെ തീർന്നു. ഇനി നമ്മൾ ആ തുടച്ച തുണികളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇതിലിട്ടിട്ട് തന്നെ കഴുകൽ, സിങ്കിലിട്ടിട്ട് തന്നെ ഞാൻ സോപ്പിട്ടിട്ട് കഴുകുക ചെയ്യൽ. അപ്പോൾ അതൊക്കെ കഴുകി ഒന്ന് തുരരണം. ഇപ്പോൾ സമയം ഏകദേശം 1:15, 1:20 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും 12:20. അപ്പോൾ എൻ്റെ എല്ലാ സംഭവങ്ങളും ആയി ഇറക്കണു. പപ്പടം, ഫിഷ്, ഉപ്പേരി, ചീരക്കൂട്ടൻ, ചോറ്, ഒരു നോർമൽ ലഞ്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.